ഞാനെടുത്ത മീനെ പിന്നെ അവിടെ കൊണ്ടുവച്ചാളോ എടാ അന്തോണി, ഇന്ന് കരിമീനും കൊഞ്ചും തീരെ കുറവാണല്ലോടാ. ഇത് നമ്മ കടലിൽ വിത്തിട്ട് മുളപ്പിക്കണതല്ല, എല്ലാം പടച്ചോൻ തരുന്നതാണ്. ആ അത്യാവശ്യം വന്ന 5-6 കൊഞ്ചിരിപ്പുണ്ട്. ആഹാ. എന്താടാ അന്തോണി അവിടെ ഒരു കാക്കക്കൂട്ടം? ശരിയാണല്ല, അവിടെ എന്തൊരു വിശേഷം? അവിടെ കുറച്ചാളും കൂടി നിപ്പുണ്ടല്ല. വാടാ നമുക്കൊന്ന് നോക്കാം. ഏട്ടത്തി വരണ. ആ ഏട്ടത്തി, അവിടെ എന്താണ് കാക്കയും പരുന്തൊക്കെ വല്ലാത്ത ബഹളം വയ്ക്കണേ? അവിടെ ഒരാൾ ചത്ത അഴുകി കിടക്കുന്നു. അത് കാക്കും മീൻ തിന്നതിന്റെ ഒക്കെ ബാക്കി തന്നെ. ആണാ പെണ്ണ? ആണ് തന്നെ. 4 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ കറങ്ങി നടക്കണ്. അങ്ങ് കൊല്ലത്തോ ആറ്റിങ്ങലോ എവിടെ ഉള്ളതാണെന്ന് പറയണ്. ഇങ്ങള് വന്നേ. മീന് വിലയിട്ട് താടാ, ഇനി കച്ചവടത്തിന് പോണോടാ. അയ്യോ എന്റെ പൊന്ന് ചേട്ടത്തി, കരിമീൻ അല്പം കുറവാ. ഉള്ളതെല്ലാവർക്കും കൂടെ എത്തിക്കണ്ടേ? ഞങ്ങൾ ആദ്യം അവിടെ എന്താണെന്ന് നോക്കട്ടെ. നീ വാടാ. എടാ ഒന്ന് നിക്കടാ. നിങ്ങളൊന്ന് പോയേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇയാൾ അറിയാമോ? ഇവിടെ കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ ആരുടെയെങ്കിലും മൊഴി കിട്ടിയാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം. ആംബുലൻസ് വന്നിട്ടുണ്ട്. ആ ബോഡി കയറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ശരി സർ, താനും കൂടെ പോക്കേ സർ. സാറേ, ഈ കൂടി നിൽക്കുന്നവരാരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വരുമെന്ന പേടി കൊണ്ടാ ഒന്നും മിണ്ടാത്തെ. ഈയുടെ പേരെന്താ? രാമകൃഷ്ണൻ എന്നാ പേര്. രാമു എന്ന് എല്ലാവരും വിളിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ സർക്കാർ ഹൗസ് ബോട്ടിലെ ഡ്രൈവറാണോ? ഷെഫാണ്. രാമകൃഷ്ണൻ ഇയാളെ പരിചയമുണ്ടോ? ഉവ്വ്, എൻ്റെ നാട്ടുകാരനാ. അതുകൊണ്ട് എനിക്ക് ഇയാളെ കുറിച്ച് അറിയാം. കൊട്ടിയത്തായിരുന്നു താമസം. ഗോപാലപിള്ള എന്ന ശരിക്കുള്ള പേര്. രാമകൃഷ്ണൻ വന്നേ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ടോ? എന്താ അയാളുടെ പേര് പറഞ്ഞേ? ഗോപാലപിള്ള. യെസ്. എന്താ അയാളുടെ ജോലി? അയാൾ ജോലിക്കൊന്നും കൊള്ളില്ല സാറേ. ഇയാളുടെ ഭാര്യ ജഗദമ്മ ചേച്ചിക്ക് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ വരുമാനത്തിലായിരുന്നു രണ്ടുപേരുടെയും ജീവിതം. മക്കളാരുമില്ല? ഒരു മോളുണ്ടായിരുന്നു, നീലിമ. നല്ല കുട്ടിയായിരുന്നു. BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നഗരത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജോലിയും കിട്ടി. അതോടെ കുടുംബം രക്ഷപ്പെട്ടുവെന്ന് എല്ലാവരും കരുതി. ഒരു കൊലക്കേസിൽ പ്രതിയായി ആ കുട്ടി ഇപ്പൊ ജയിലില്ല. ആ വാർത്ത അറിഞ്ഞ് ജഗദമ്മ ചേച്ചിയുടെ സമനില തെറ്റി. ഗോപാലൻ ചേട്ടന് അതുകൂടി ആയപ്പോ വട്ടായി. കുറച്ചുനാൾ നാട്ടിൽ അലഞ്ഞു നടന്നു. മരിക്കാൻ തീരുമാനിച്ചായിരിക്കും ഇവിടെ എത്തിയത്. ഇയാളുടെ മകളെങ്ങനെയാ കൊലക്കേസിൽപ്പെട്ടത്? അത് കുറച്ചു കാലം വാർത്തകളിൽ ഉണ്ടായിരുന്നു സാർ. എല്ലാ മാസവും 2 ദിവസം ലീവിൽ വീട്ടിൽ വന്ന്
തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് മടങ്ങും. നാട്ടുകാരൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു അവൾ. എങ്ങനെയോ ഒരു ചതിക്കുഴിയിൽപ്പെട്ടു. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറയാം സാർ. ആ, ചുരുക്കി പറഞ്ഞോളൂ. ആ, ഗുഡ് മോർണിംഗ്. ഇരിക്കടോ. എന്താടോ പതിവില്ലാതെ? എന്താ തിരക്കിട്ട്? ഞാനിപ്പോൾ വന്നത് അത്യന്തം ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ അഡ്മിറ്റ് ചെയ്യാനാണ്. ആക്സിഡന്റ് ആണോ? അല്ല, ആരെല്ലാമോ ചേർന്ന് മൃഗീയമായി ആക്രമിച്ച് വഴിയരികിൽ തള്ളിയിട്ട് പോയതാ. ഓ, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ ബലമായ ഒരു കാരണം ഉണ്ടാവും. അത് കണ്ടെത്തണമെങ്കിൽ ഇയാളുടെ ജീവൻ രക്ഷിച്ചേ മതിയാവൂ. പേഷ്യൻറ്റുമായിട്ട് ആംബുലൻസ് എത്തി. ബാക്കി കാര്യങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യണം. ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ആ, നീലിമ ഡ്യൂട്ടിയിലാണോ? എന്റെ ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഡോക്ടർ ഗിരിസാര പറഞ്ഞു 2 ക്രിട്ടിക്കൽ പേഷ്യൻസ് ഉണ്ടെന്ന്. അപ്പൊ അവരുടെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ആ, അത് നന്നായി. അതെന്താ സർ? ഇന്ന് നാളെയും നീലിമ വീട്ടിൽ പോകുന്നില്ല. അത്യന്തം ഗുരുതരാവസ്ഥയിൽ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നീലിമ പൂർണ്ണമായും 2-3 ദിവസം അയാളുടെ അരികിൽ ഉണ്ടാവണം. ഫസ്റ്റ് എയ്ഡുകൾക്കായി നീലിമ ഉടനെ ഐസിയുലെത്തണം. ശരി സർ, ഓക്കെ, നോക്കാം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഒരു രോഗിയോടുള്ള സമീപനവും അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു, താങ്ക് യു. അയാളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെയായി? സംഭവം കഴിഞ്ഞിട്ട് 1.5 മാസം പിന്നിടുകയാണ്. ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് വിശ്വസിക്കാവുന്ന 2-3 പേരുടെ തൊട്ടടുത്താണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. നാളെ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം താങ്കൾ തന്നിട്ടുണ്ടല്ലോ. അതിലേറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പതിയെ പതിയെ പതിയെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. ഈ സുഖത്തിന് കാരണം ട്രീറ്റ്മെന്റിനേക്കാൾ സിസ്റ്ററിന്റെ പരിചരണമല്ലേ? രോഗി പരിചരണം എന്റെ ധർമ്മമല്ലേ? ഒരിക്കലും മറക്കില്ല. എത്ര രാത്രികളാ ഉറക്കം പോലും കളഞ്ഞ് കാവൽ നിന്ന് ഓർക്കുമ്പോൾ നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഒരു രോഗിയെ പരമാവധി പരിചരിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്. അതിന് ഇത്ര നന്ദി പറച്ചിലൊന്നും ആവശ്യമില്ല. ഇയാളുടെ ശരിക്കുള്ള പേരെന്താണ്? രവിശങ്കർ. ജനിച്ചു വളർന്ന സ്ഥലം? കല്ലറയായിരുന്നു എൻ്റെ ജന്മസ്ഥലം. ജനിച്ചതും വളർന്നതെല്ലാം അവിടെയാണ്. കുറെ കാലം മുമ്പായിരുന്നു ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. തിരുവനന്തപുരത്തേക്ക് വന്ന് താമസമാക്കിയത് എന്തിനായിരുന്നു? നാട്ടിൽ ഞാനൊരു പൊതുജന സ്നേഹിയും പൊതുപ്രവർത്തകനൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ എല്ലാവർക്കും ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു. എനിക്ക് കുടുംബ ഷെയറായി കിട്ടിയ ധനവും വസ്തുവൊക്കെ പണയപ്പെടുത്തി കടം വാങ്ങിയും ഞാൻ പാവങ്ങളെ സഹായിച്ചിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് തറപറ്റി എന്നെ, നിത്യ പട്ടിണിയിലായ എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലായിരുന്നു. അമ്മയും സഹോദരന്മാരും ചേർന്ന് കുടുംബദ്രോഹി എന്ന മുദ്രകുത്തി ആക്രമിച്ചു. അങ്ങനെ ഭിക്ഷ എടുക്കുന്നതിന് തുല്യം കാൽനടയായിട്ട് നാട്ടിലേക്ക് പോന്നു. റോഡ് പണിക്കാർക്കൊപ്പം ചേർന്നാണ് ഞാനിവിടെ എത്തിയത്. ചെട്ടിത്തെരുവിലൊരു കൊച്ചു വീട്ടിൽ താമസമായി. അവിടെ കൂലിപ്പണിയിൽ സമ്പാദിച്ച പൈസ കൊണ്ട് ഞാനൊരു ഒരു ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങി. അജ്ഞാതരായ ആരൊക്കെയോ ചേർന്നല്ലേ രവിശങ്കറിനെ ആക്രമിച്ചത്? അവരിൽ ഒരാളെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. പരിചയമില്ലാത്തവരെന്തിനായിരുന്നു താങ്കളെ ആക്രമിച്ചത്? മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തിയതുകൊണ്ട് ഒരുപക്ഷെ ശത്രുതയ്ക്കുള്ള കാരണമാവാം. ഫോണിൽ എന്നെ പലതവണ കൊന്നുകളെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കി എടുത്തില്ല. അന്ന് രാത്രി പച്ചക്കറിക്ക് പണം അടച്ച് ഞാൻ മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. കൂട്ടത്തിൽ ആരുടെയെങ്കിലും മുഖം കണ്ടാൽ തിരിച്ചറിയോ? ഇരുട്ടായിരുന്നതുകൊണ്ട് ആരുടെയും മുഖം എനിക്ക് വ്യക്തമായില്ല. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു സാർ. എറിഞ്ഞു വീഴ്ത്തുകയും നിലത്ത് വീണ എന്നെ വടിവാളും കടാരയും കൊണ്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ബൈക്കിന് തീയിട്ടു. റൈറ്റർ രേഖപ്പെടുത്തിയ രവിയുടെ മൊഴി എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ച് സാക്ഷിമൊഴി രേഖപ്പെടുത്തി നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഓഫീസിലെത്തിച്ചിരിക്കേണ്ടതാണ്. യെസ് സാർ. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഞങ്ങളെ അറിയിക്കാതെ ഇയാളെ ഡിസ്ചാർജ് ചെയ്യരുതെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഓക്കെ, ശരി. രവിയുടെ ലൈഫിൽ ഇത്രയും വലിയൊരു ട്രാജഡി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെക്കുറിച്ച് ആരും അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നോ നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. എങ്ങോട്ട് പോകണമെന്നോ എവിടെ താമസിക്കണമെന്നോ ഒരു നിശ്ചയമില്ല. അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണ്ട. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ താമസിക്കാം. അതിനുശേഷം സാവകാശം ജോലിയും താമസ സൗകര്യമൊക്കെ ആയിട്ട് പോയാ മതി. വീട്ടിലോ? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മയൊക്കെ കുറച്ച് ദൂരെ ആയിട്ടാ. 10-20 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു വാടക വീടെടുത്ത് ജോലിക്ക് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു വീടെടുത്തിരിക്കുക. ഒറ്റയ്ക്കാണോ? അതെ, ഒറ്റയ്ക്കാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഞാനവിടെ താമസിച്ച നാട്ടുകാരെ വെറുതെ സംശയിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിസ്ചാർജ് ചെയ്ത് പോണ വഴി ഒരു താലി വാങ്ങാം. ഞാനത് കഴുത്തിലിട്ടിട്ട് നമുക്ക് പോവാം. എന്തോ ഗൗരവമായ ചിന്തയിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നിട്ടൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റിയ വിഷയങ്ങളല്ലല്ലോ. മറക്കണം. ഇനി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം.
അല്ല, ഇന്ന് നിനക്ക് ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്. ഞാനിപ്പോ വിളക്ക് എത്തിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങും. ഞാൻ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അതെന്താ, എന്നെ കാണാൻ ഇഷ്ടമല്ലേ? ഇന്നും നാളെ ഇഷ്ടമല്ല. മറ്റന്നാള് നല്ലൊരു ദിവസം നോക്കി ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഷ്ടപ്പെടും. ഓഹോ, അപ്പൊ നമുക്കിനി അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? അതിനെന്താ ഇത്ര സംശയം? അപ്പൊ ഞാൻ വിളക്ക് എത്തിച്ചിട്ട് ഉടനെ ഇറങ്ങും. ഇറങ്ങോണേ. ശരിയെന്നാ. എന്താ ഒരു വല്ലാത്ത നോട്ടം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. താൻ എപ്പോ മടങ്ങിയെത്തും? ഇന്ന് പോകണ്ടെന്ന് കരുതിയതാ, പക്ഷെ എനിക്കിന്ന് പോയേ പറ്റൂ. എന്തായാലും നേരത്തെ ഇറങ്ങാം. എടാ, ഞാൻ നിനക്ക് ഉമ്മ തരട്ടെ? ഞാനിത് അങ്ങോട്ട് എങ്ങനെ ചോദിക്കാന്ന് ആലോചിക്കുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റായി. ഞാൻ പോയിട്ട് വരാം. ഇറങ്ങോണേ. എടാ, മാക്സിമം പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ കാത്തിരിക്കും. പരമാവധി ശ്രമിക്കാം. ആ ശരി. തുറക്കണ്ട. അതെന്താ തുറന്നാല്? രാത്രി 10 മണി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. നമ്മുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ദാ താക്കോല്. 10 മണി കഴിഞ്ഞാൽ തുറക്കാവൂ. കൃത്യം 10 മണി. വാതിൽ തുറക്കാന്നല്ലേ പറഞ്ഞ? വേണ്ട, എന്തായാലും മുഹൂർത്തം തെറ്റിക്കണ്ട. ഞാൻ തന്നെ തുറക്കാം. നിന്നോട് ആരാ പറഞ്ഞ ഞാൻ വരുന്നതിന് മുമ്പ് കഥ തുറക്കാൻ? ഇതെന്താണ്? ഓ, ഈ വീട്ടിലെ ഏത് മുറി തുറക്കാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ ആദ്യ രാത്രി പേരിട്ട് ഈ ഇന്നേ ദിവസം തന്നെ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഓ, അതാണോ കാര്യം? നമ്മുടെ ആദ്യ രാത്രിയല്ലേ, അത് നമുക്കിപ്പോ എപ്പോഴും വേണമെങ്കിലും കാണാമല്ലോ. നിങ്ങൾ എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കണോ? ലോകത്ത് ഏത് ഭാര്യ ഭർത്താവ് ആദ്യ രാത്രിയിൽ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വെക്കാറുള്ളത്? അത് ഞാൻ അന്വേഷിക്കാറില്ല. ഇവിടെ നടക്കുന്നത് എന്റെ മാത്രം തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം ഇവിടെ വേണ്ട. വേണോ? അത് എന്റെ മാത്രം തീരുമാനോ? നിങ്ങൾ മദ്യപിക്കുമല്ലേ? മദ്യം കുടിക്കാനുള്ളതാണ്, അല്ലാതെ കുളിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് മദ്യപാനം പുകവലിയൊന്നും ഇല്ലെന്നല്ലേ എന്നോട് പറഞ്ഞേ? ഇരയെ വീഴ്ത്താൻ വേടനേത് കെണി ഒരുക്കും.
ഇവിടെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയെ നീ ഡിസ്ചാർജ് ചെയ്യിച്ചു, എന്നിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നിന്റെ കാമദാഹം തീർക്കാനായിട്ട് ഞാനിത് നാട്ടുകാരോട് വിളിച്ചു പറയും. ഈ നാട്ടുകാരെ നിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. നിന്റെ ആശുപത്രി പൂട്ടും. ക്യാമറ എടു. തരില്ല. ക്യാമറ തരാനല്ലേ പറഞ്ഞ. രോഗി വിടാൻ. ഞാൻ ഒളിവിൽ പോയെന്നോർത്ത് നീ സമാധാനിക്കണ്ട. ഞാൻ ഈ ചുറ്റുപാടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. 2 നാൾ കഴിഞ്ഞ് 3-ാം നാൾ രാത്രി ഞാൻ നിന്റെ മുറിയിലെത്തും. അന്ന് ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും. അപ്പോഴും നീ എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ കേട്ടോ. എന്നെ സൂപ്രണ്ട് സാർ ഒന്ന് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം. ഞാനങ്ങ് മറന്നുപോയി. ആ, നമുക്ക് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താടോ? എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു. നാളെ എൻ്റെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പം അതിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു വൈകുന്നേരം. ഓഹോ, ആ, താൻ ലീവ് എടുത്തോളൂ. താൻ ലീവ് എടുക്കാറില്ലല്ലോ. ആ, അത്യാവശ്യമാണെങ്കിൽ ഞാൻ വിളിക്കും. ഓക്കെ സർ, താങ്ക് യു. രവി ഓക്കെ? ആ സുമി, ഒരല്പം. ഈ പോസ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അല്പം കൂടെ. യാ, ബ്യൂട്ടിഫുൾ. വാവ്, ഗോർജിയസ്. സ്ലൈറ്റ്ലി റൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങോട്ട് പോടുന്നു. നിർത്ത്. ഈ അഴിഞ്ഞോട്ട് എന്റെ വീട്ടിൽ നടക്കില്ല. ആരാ ഇവള്? അത് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ആരാന്ന്. ഇപ്പൊ ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. അപ്പൊ നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? സുമി, നീ ആരെ വിളിച്ചു കൂട്ടിയാലും എനിക്കിവിടെ വരാനും നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ബലമേകുന്ന ആയുധമാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. നീ എന്റെ കഴുത്തിലിട്ട താലി ഒരു ഉടമസ്ഥൻ ഒരു പട്ടിക്കിട്ട് കൊടുക്കുന്ന ഒരു ബെൽറ്റ് അല്ല. നിന്റെ ഏത് തോന്നിവാസത്തിനും കൂടെ കഴിഞ്ഞ് കൂട്ടു നിൽക്കാൻ. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ മണ്ട വിളക്ക് ഞാൻ. ഇപ്പൊ പൊക്കോണം ഇവിടുന്ന്. നാളെ ഉദയാസ്തമനം ഉണ്ടെങ്കിൽ നാളെ രാത്രി അവസാനിക്കും മുമ്പ് ഞാനിവിടെ വരും. ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ കേൾക്കും, ഇല്ലെങ്കിൽ നിന്റെ അവസാന രാത്രിയായിരിക്കും. നിന്നെ കാണാൻ റിസപ്ഷനിൽ 2 പേര് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? അതാരാ? ആ, അതിലൊരാള് പോലീസാ. ആ, മേഡം ഇരിക്കും. എന്താ സർ, ഇദ്ദേഹം ആരാ? സിസ്റ്റർ അത്യാവശ്യം പരിചയപ്പെടേണ്ട ആളാണ്. അതൊക്കെ പിന്നെ പറയാം. ഞങ്ങൾക്കറിയേണ്ടത് 2-3 ദിവസം മുൻപ് രവിശങ്കർ എന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു പോയിരുന്നു. അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ എവിടെയാണെന്നോ സിസ്റ്റർ നീലിമയ്ക്ക് അറിയാമോ? അയാളെ ആക്രമിച്ചവരിൽ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി.
അയാൾ ഒരു പക്ക ഫ്രോഡാ. മാത്രമല്ല ഒരു ക്രിമിനൽ കൂടിയാ. നാടിന്റെ പല ഭാഗങ്ങളിലും മയക്കുമരുന്നിലും കഞ്ചാവ് കേസിലും അവൻ പ്രധാന പങ്കാളിയാണ്. ഇനി പറയൂ, ഇത്തരത്തിലൊരുവനെ പിടികൂടേണ്ടത് അത്യാവശ്യമല്ലേ? മേഡത്തിന് അറിയോ എവിടെയുണ്ടെന്ന്? അവനെ വിളിച്ചുകൊണ്ടുപോയി ഓട്ടോയിൽ കയറ്റിവിട്ടത് മേഡമാണെന്ന് സ്റ്റേഷനിൽ ഒരു അറിവുണ്ട്. ഇനിയും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മേഡവും ഒരു പ്രതിയാവും. അക്കാര്യത്തിൽ എനിക്ക് ഭയമില്ല സർ. അവൻ ആരാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കോ ഞങ്ങൾ ആർക്കും അറിയില്ല. പക്ഷെ അയാൾക്ക് പോവാനുള്ള വണ്ടി ശരിയാക്കിയത് ഞാനാണ്. ഇനി ഒരു കാര്യം കൂടി സിസ്റ്റർ അവനെക്കുറിച്ച് അറിയണം. അവൻ പല പെൺകുട്ടികളെയും തന്ത്രപൂർവ്വം പാട്ടിലാക്കി അവരുടെ വീഡിയോകളും നഗ്നചിത്രങ്ങളും എടുത്ത് രഹസ്യ ചാനലുകളിൽ പ്രദർശിപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്. ആ ചിത്രങ്ങൾ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പലരുടെയും കിടപ്പറയിലേക്ക് പറഞ്ഞയക്കുക എന്നതും അവൻ്റെ ഒരു ബിസിനസ്സാണ്. അവൻ എൻ്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ 2-3 പോലീസുകാരെ കാവൽ നിർത്തി വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഇനി അവനെ കിട്ടിയാലേ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പോലീസ് താക്കോൽ തിരിച്ചു തരൂ. ഇവൻ ഇത്രയും വൃത്തികെട്ടവനും നാടിന് ശാപവുമായതുകൊണ്ടാണ് നാട്ടിൽ പലരും ഇവനെ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ച് കൊല്ലണമെന്നുറച്ചതും ആക്രമിച്ചതും. നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം സർ. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. താങ്ക് യു. ശരി. അയാൾ ഒടുവിൽ ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. അവളുടെ നഗ്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു. ആശുപത്രി അധികൃതർ നീലിമയെ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നാലും അവൾ ആ വാടക വീട്ടിൽ തന്നെ താമസിച്ചു. ആ വാർത്ത അറിഞ്ഞ് ജഗദമ്മ ചേച്ചി തൂങ്ങി മരിച്ചു. എന്നാൽ ആ ദിവസം വന്നെത്തി. നല്ല സുന്ദരിക്കുട്ടി ആയല്ലോ. അപ്പൊ നീ എന്നെ അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് നിന്റെ അവസാനമായിരുന്നേനെ. നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാ. നിങ്ങൾ എന്റെ ഭർത്താവും. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ കടപ്പെട്ടവളാ ഞാൻ. എനിക്കുണ്ട് വികാരങ്ങളും ആശകളും. പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയേ? എന്റെ മുന്നിൽ അന്യ സ്ത്രീകളെ വിളിച്ചു കയറ്റിയ ഏത് ഭാര്യ സഹിക്കുക? അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കാണുന്നത് എനിക്കും ഇഷ്ടമാണ്. മദ്യപാനവും എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ നാട്ടിൽ പോകാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇന്ന് രാത്രി വെളുക്കുവോളം നമുക്ക് ആനന്ദിക്കണം. രവിക്ക് ഇഷ്ടപ്പെട്ട മദ്യം ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതങ്ങ് പോയി എടുത്തോ. ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെടി മുത്തേ, ചെല. Rajani, 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 Karavak, Sonaya Nari, Brahmara, Brahmara.
അതേടാ, എരെ പിടിക്കാൻ പേടുന്ന എന്ത് കെണിയോ ഒരുക്കും. അതേടാ, അവസാനത്തെ രാത്രി നിന്റെ. ആ കുട്ടിയെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇപ്പോ ആ കുട്ടിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രിയിലെ ജയിലിലേക്ക് മാറ്റി. ആ മനോവേദനയിൽ ആ അച്ഛൻ ആത്മഹത്യ ചെയ്തതാവാം.